നമസ്കാരം. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് അപ്പീലുമായി കുടുംബം ഹൈക്കോടതിയിൽ എത്തിയിരിക്കുകയാണ്. CBI അന്വേഷണം വേണ്ടെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ നവീൻ ബാബുവിന്റെ ഭാര്യ K. മഞ്ജുഷയാണ് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയത്. വസ്തുതകൾ പരിഗണിക്കാതെയാണ് സിംഗിൾ ബെഞ്ച് വിധിയെന്നാണ് അപ്പീലിലെ പ്രധാന വാദം. സിംഗിൾ ബെഞ്ചിന്റെ വിധിയിൽ പിഴവുകളുണ്ട്. ഭരണകക്ഷി നേതാവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ ആളാണ് പ്രതിസ്ഥാനത്ത്. സംസ്ഥാന പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ വിശ്വാസ്യതയില്ലെന്നും അപ്പീലിൽ ആരോപിക്കുന്നു. 2024 ഒക്ടോബർ 15 രാവിലെയാണ് നവീൻ ബാബുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തലേന്ന് കണ്ണൂർ കളക്ടറേറ്റിൽ നടന്ന യാത്രയയപ്പ് ചടങ്ങിനിടെ സ്ഥലത്തെത്തിയ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ADM നവീൻ ബാബുവിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചിരുന്നു. ആത്മഹത്യയ്ക്ക് പിന്നിൽ അഴിമതി ആരോപണമാണെന്ന പരാതികൾ ഉയർന്നതോടെ ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്തു. അന്വേഷണത്തിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചെങ്കിലും ഇത് അട്ടിമറിക്കപ്പെടുന്നു എന്നാരോപിച്ച നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. കേസ് CBI അന്വേഷിക്കണമെന്നായിരുന്നു ആവശ്യം. എന്നാൽ അന്വേഷണം ശരിയായ ദിശയിലാണെന്നും പ്രതി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകയാണെന്നതുകൊണ്ട് മാത്രം CBI അന്വേഷണം അനുവദിക്കാൻ കഴിയില്ല എന്നും വ്യക്തമാക്കി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഹർജി തള്ളിയിരുന്നു. കുടുംബം ഉയർത്തുന്ന ആശങ്കകൾ കൂടി അന്വേഷണ സംഘം പരിശോധിക്കണമെന്നാണ് കോടതി നിർദ്ദേശിച്ചത്. എന്നാൽ സിംഗിൾ ബെഞ്ച് പല കാര്യങ്ങളും പരിഗണിച്ചില്ലെന്ന് അപ്പീലിൽ ആരോപിക്കുന്നുണ്ട്. യാത്രയയപ്പ് യോഗത്തിനു ശേഷം ആരൊക്കെയാണ് നവീൻ ബാബുവിനെ കണ്ടത് എന്നത് പ്രധാനമാണ്. കൊലപാതക സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. എന്നാൽ നിലവിലെ അന്വേഷണ സംഘം ഇക്കാര്യങ്ങളൊന്നും അന്വേഷിക്കുന്നില്ല. അവർ തെളിവുകൾ മറച്ചുവെക്കാനും വ്യാജ തെളിവുകൾ ഉണ്ടാക്കാൻ പ്രതിയെ സഹായിക്കുകയുമാണ് ചെയ്യുന്നത്. പ്രതി നിലവിൽ കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിലെ പ്രമുഖയാണ്. ADMന്റെ മരണത്തിൽ പ്രതി ചേർക്കപ്പെട്ട ശേഷവും പാർട്ടിയിൽ പ്രധാന സ്ഥാനങ്ങൾ വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പക്ഷപാതരഹിതമായ അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. ഈ സാഹചര്യത്തിൽ ശരിയായ അന്വേഷണത്തിന് CBIയെ നിയോഗിക്കണം. ഇത് പൊതുജനങ്ങൾക്കും അന്വേഷണ ഏജൻസികളിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കും. ഈ സാഹചര്യത്തിലാണ് ഹൈക്കോടതിയിൽ ഇക്കാര്യം ആവശ്യപ്പെട്ട ഹർജി നൽകിയിരിക്കുന്നത്. എന്നാൽ പോലീസിന്റെ കേസ് ഡയറി പരിശോധിച്ച ശേഷം അന്വേഷണം ശരിയായ ദിശയിലാണെന്നും അന്വേഷണത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള പിഴവുകൾ തെളിയിക്കാനായിട്ടില്ലെന്നുമാണ് സിംഗിൾ ബെഞ്ച് ജഡ്ജി വിധി പറഞ്ഞത്. മാത്രമല്ല, കുറ്റാരോപിതയായ വ്യക്തി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട് അടുപ്പം പുലർത്തുന്നു എന്നത് CBI അന്വേഷണത്തിന് ഉത്തരവിടാനുള്ള കാരണമല്ലെന്നും വ്യക്തമാക്കി ഹർജി സിംഗിൾ ബെഞ്ച് തള്ളുകയായിരുന്നു. എന്നാൽ വസ്തുതകൾ പരിഗണിക്കാതെയാണ് സിംഗിൾ ബെഞ്ച് ഹർജിയിൽ വിധി പറഞ്ഞതെന്ന് അപ്പീലിൽ പറയുന്നുണ്ട്. അന്വേഷണത്തിലെ പൊരുത്തക്കേടുകളും അന്വേഷണ സംഘത്തിന്റെ വിശ്വാസ്യതയില്ലായ്മയും സിംഗിൾ ബെഞ്ച് കണക്കിലെടുക്കേണ്ടതായിരുന്നു. പ്രതി ഭരണകക്ഷിയിലെ പ്രധാന നേതാവാണെന്നതും സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും സാധ്യതയുണ്ടെന്നതും സിംഗിൾ ബെഞ്ച് ജഡ്ജി പരിഗണിക്കേണ്ടതായിരുന്നു. ഈ സാഹചര്യത്തിൽ CBI അന്വേഷണം കൊണ്ട് മാത്രമേ നവീൻ ബാബുവിന്റെ മരണത്തിലെ കാര്യങ്ങൾ വെളിപ്പെടുകയുള്ളൂ എന്നും വ്യക്തമാക്കിയാണ് അപ്പീൽ നൽകിയത്. അതേസമയം ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള പരാതിയിൽ തന്നെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കണമെന്ന് ചെങ്ങളായിലെ പെട്രോൾ പമ്പ് ഉടമയായ പ്രശാന്തൻ ആവശ്യപ്പെടുന്നുണ്ട്. ഇക്കാര്യം ആവശ്യപ്പെട്ട പ്രശാന്തൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്ത് നൽകിയിരിക്കുകയാണ്. താൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട നേരത്തെ പോലീസ് മേധാവിക്ക് കത്ത് നൽകിയിരുന്നു. ഏത് അന്വേഷണവുമായും സഹകരിക്കാൻ തയ്യാറാണെന്നും പ്രശാന്തൻ വ്യക്തമാക്കി. നവീൻ ബാബുവിന് കൈക്കൂലി നൽകിയെന്നും സ്വർണം പണയം വെച്ചാണ് ക്വാർട്ടേഴ്സിലെത്തി പണം കൈമാറിയതെന്നുമാണ് TV പ്രശാന്തൻ പോലീസിന് മൊഴി നൽകിയത്. തന്റെ പമ്പിന് NOC നൽകാൻ ADM കൈക്കൂലി വാങ്ങിയെന്നാണ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഇലക്ട്രീഷ്യൻ കൂടിയായ പ്രശാന്തൻ നൽകിയ പരാതിയിലുള്ളത്. കഴിഞ്ഞ ഒക്ടോബർ 8 പെട്രോൾ പമ്പിന് NOC ലഭിച്ചിരുന്നു. കൈക്കൂലി കൊടുത്തെന്ന കാര്യം ഒക്ടോബർ 10 പ്രശാന്തൻ വിജിലൻസിനെ അറിയിച്ചു. ഒക്ടോബർ 14 വിജിലൻസ് CA പ്രശാന്തനെ മൊഴിയെടുത്തു. അന്ന് വൈകിട്ടായിരുന്നു യാത്രയയപ്പ് യോഗം നടന്നത്. വിജിലൻസ് DYSPക്ക് അന്ന് തന്നെ റിപ്പോർട്ട് നൽകിയിരുന്നു. പ്രശാന്തന്റെ മൊഴിയുടെ കാര്യം നവീൻ ബാബുവിന് അറിയുകയുമില്ലായിരുന്നു. എന്തായാലും ഈ കേസിൽ കൃത്യമായ ഒരു വിധി വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കേരള സമൂഹം. നവീൻ ബാബുവിന് നീതി കിട്ടണം എന്നത് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതും. നന്ദി.